വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വിചിന്തനം ആരംഭിക്കാം. Take, Lord, and receive all my liberty, my memory, my understanding, and all my will, all that I have and possess. You, Lord, have given all that to me. I now give it back to you, O Lord. All of it is yours. Dispose of it according to your will. Give me love of yourself along with your grace, for that is enough for me. Sisters, സഹോദരങ്ങളെ, ഉദ്ധാനം ചെയ്ത യേശു അപ്പസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും സ്ത്രീകൾക്കും കൊടുത്ത ദർശനങ്ങളും അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങളുമാണല്ലോ ഇന്ന് രാവിലത്തെ വിചിന്തനത്തിനും തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നാം ഉപയോഗിച്ചത്. ഈ രണ്ട് സംഭവങ്ങളുടെയും, അതായത് ഈശോ കൊടുത്ത ദർശനങ്ങളുടെയും ഉദ്ധാനം ചെയ്ത ഈശോ കൊടുത്ത ദർശനങ്ങളുടെയും അതിന്റെ ഫലമായി അപ്പസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങളുടെയും ചില പൊതുവായ ഘടകങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഒരു പ്രചോദനവും മാതൃകയും പ്രാവർത്തികമാക്കാവുന്ന ഒരു പദ്ധതിയുമാണ് എന്ന് നമുക്ക് ഈ ധ്യാന പ്രസംഗത്തിലൂടെ വിചിന്തനം ചെയ്യാം. യേശുവിന്റെ ദർശനങ്ങളും അതിനുള്ള പ്രതികരണങ്ങളും അപ്പോസ്തലന്മാരുടെ കാര്യത്തില്, പൗലോസിന്റെ കാര്യത്തില്, സ്ത്രീകളുടെ കാര്യത്തില് കാണാവുന്ന ചില പൊതുവായിട്ടുള്ള ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് ഈശോ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരെ കണ്ടുമുട്ടി അവർക്ക് ദർശനം കൊടുത്തു എന്നുള്ളതാണ്. ഇതിനൊരു അപവാദം മഗ്ദലന മറിയത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. മഗ്ദലന മറിയം യേശുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. യേശു മഗ്ദലന മറിയത്തെ അന്വേഷിച്ച് വരികയല്ലായിരുന്നു. മറ്റെല്ലാ സംഭവങ്ങളിലും ഈശോ അവരുടെ ജീവിത സാഹചര്യത്തില്, അവരുടെ വേദനയിൽ, നിരാശയില്, ഭീരുത്വത്തില് അവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന സംഭവങ്ങളാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം, ഈശോ അപ്പസ്തലന്മാരെയും ശിഷ്യന്മാരെയും അവരുടെ ജീവിത സാഹചര്യത്തിൽ കണ്ടുമുട്ടി അവർക്ക് ദർശനം കൊടുത്തു എന്നുള്ളതാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് നമുക്കറിയാവുന്നതുപോലെ നിരാശരായിരുന്നു, ശോകമൂകരായിരുന്നു, എന്താണ് ഭാവി എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. യേശുവിന്റെ കുരിശുമരണവും പീഡാസഹനവും കുരിശുമരണവും മറ്റുമൊക്കെ അവര് വളരെയേറെ വേദനിപ്പിച്ച സംഭവങ്ങളായിരുന്നു. ഈ വേദനകളിലെല്ലാം നിരാശയുടെയും ഭാരം പേറിയാണ് അവര് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ ശിഷ്യന്മാരോട് കൂടെ യാത്ര ചെയ്ത് ഒരു സഹയാത്രികനായി അവരുടെ വേദനകളും ആശങ്കകളും മനസ്സിലാക്കി അവയെ ദൂരീകരിച്ച് വിശുദ്ധ വചനങ്ങളുടെയും പ്രവാചകന്മാരുടെയും പ്രബോധനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ആത്മീയമായിട്ടുള്ള അന്ധതയും നിരാശയും വേദനയും മറ്റുമൊക്കെ നീക്കിക്കളയാവുന്ന ഈശോ ഒരു പരിശ്രമം നടത്തി. കാര്യമായിട്ടുള്ളൊരു വിജയമൊന്നും ഉണ്ടാകുന്നില്ല. അവസാനം അവർ ഒരുമിച്ച് അത്താഴം കഴിക്കാനിരുന്ന അവസരത്തിലാണ് അവരുടെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടുകയും ഉദ്ധാനം ചെയ്ത് യേശുവാണ് തന്നോടൊത്ത്
തങ്ങളോടൊത്ത് യാത്ര ചെയ്തിരുന്നതെന്നും തങ്ങളുടെ കൂടെ ഭക്ഷണത്തിനിരുന്നതെന്നും അവർ തിരിച്ചറിഞ്ഞു. ഈശോ ഈ രണ്ട് ശിഷ്യന്മാരുടെ ജീവിത അനുഭവത്തില്, അവരുടെ ജീവിത സാഹചര്യത്തില് അവരോടൊത്ത് യാത്ര ചെയ്യുവാൻ തയ്യാറാകുന്നു. അവരെ പഠിപ്പിക്കുകയും അവരുടെ ആത്മീയ അന്ധത ഇല്ലാതാക്കുകയും വിശുദ്ധ ലിഖിതങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ഉൾക്കണ്ണുകൾ തുറക്കുകയും ചെയ്തു ഈശോ. അപ്പോസ്തലന്മാര് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയിരുന്നു. യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം നിമിത്തം കഥകൾ അടച്ചിരുന്നു എന്നും നാം വായിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈശോ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ ജീവിത അനുഭവങ്ങൾ, പേടി, അസ്വസ്ഥത, ആശങ്ക, വേദന, നിരാശ എല്ലാം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഭയചകിതരും നിരാശരും വേദനിച്ചിരുന്നവരുമായിരുന്ന അവരുടെ മധ്യത്തിലേക്ക് യേശു കടന്നു ചെല്ലുന്നു. അവർക്ക് ദർശനം കൊടുക്കുന്നു. അവരുടെ വേദനയും നിരാശയും മറ്റുമൊക്കെ സന്തോഷവും പ്രതീക്ഷയുമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു. ഭീരുക്കളെ കഴിഞ്ഞവരെ ധൈര്യമുള്ളവരാക്കി തീർക്കുന്നു. അവർക്ക് ജീവിതത്തിൽ കൂടുതൽ ശക്തിയും ഉന്മേഷവും ഉദ്ധാനം ചെയ്ത യേശുവിൽ നിന്നുള്ള പ്രചോദനവും അനുഭവപ്പെടുന്നു. പത്രോസിന്റെ നേതൃത്വത്തിൽ ഏതാനും ശിഷ്യന്മാര് മീൻ പിടിക്കുവാൻ വേണ്ടി കടലിൽ പോയല്ലോ. കടൽ തീരത്ത് തീ കൂട്ടി മീൻ തയ്യാറാക്കി മീൻ വേവിച്ച് ശിഷ്യന്മാരെ കാത്തിരിക്കുന്ന യേശുവിന്റെ ചിത്രമാണ് അവിടെ നാം കാണുന്നത്. കുഞ്ഞുങ്ങളെ എന്ന് സ്നേഹമസൃണമായിട്ട് ഈശോ അവരെ വിളിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന്, മത്സ്യം വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നു. മത്സ്യമൊന്നും കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ യേശുവിന്റെ പ്രതികരണവും തുടർന്നുള്ള സംഭവങ്ങളും നമുക്കറിയാം. വീണ്ടും ഇവിടെ അപ്പോസ്തലന്മാരുടെ ജീവിത സാഹചര്യത്തില് അവരിൽ ഒരുവനെ പോലെ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. അവരെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും അവരുടെ വേദനകളും നിരാശകളും മറ്റുമൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, യേശു ശിഷ്യന്മാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദൃഢപ്രതിജ്ഞയെടുത്ത് ഡമാസ്കസിലേക്ക് പോകുന്നു. സോളിന്റെ ദേഷ്യവും വാശിയും അമർഷവും അപ്പോസ്തലന്മാരുണ്ടായിരുന്ന വിദ്വേഷവും മറ്റുമൊക്കെ വളരെ ശക്തമായിരുന്നു. ആ യാത്രാമധ്യയാണ് യേശു സോളിനെ പ്രത്യക്ഷപ്പെടുകയും നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തത്. പൗലോസായ രൂപാന്തരപ്പെട്ട സോളിന്റെ ജീവിതത്തിൽ അത് വലിയ ഒരു പരിവർത്തനമായിരുന്നു. തുടർന്നുള്ള പൗലോസിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും അപ്പോസ്തലിക യാത്രകളും മറ്റുമൊക്കെ നമുക്ക് സുപരിചിതമാണ്. മഗ്ദലന മറിയവും മറ്റു സ്ത്രീകളും ശവകുടീരത്തിലേക്ക് പോയ സംഭവവും, മറിയം ആദ്യമായിട്ട് യേശുവിനെ ഉദ്ധാനം ചെയ്ത യേശുവിനെ തിരിച്ചറിച്ചു കഴിഞ്ഞപ്പോൾ മറിയത്തിലുണ്ടായ പരിവർത്തനം, പേടിയും നിരാശയും വേദനയും സങ്കടവും സന്തോഷവും ആനന്ദവുമായി രൂപാന്തരപ്പെട്ട അനുഭവം. അതീവ സന്തോഷത്തോടുകൂടി മഗ്ദലന മറിയം അപ്പോസ്തലന്മാർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഓടുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിലും കാര്യമായ ഒരു പരിവർത്തനം രൂപപ്പെടുത്തുന്നതിന് ഉദ്ധാനം ചെയ്ത യേശുവിന് കഴിഞ്ഞു. തുടർന്നുള്ള അപ്പോസ്തലന്മാരുടെ ജീവിതം, പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം അപ്പോസ്തലന്മാരുടെ ജീവിതവും പ്രവർത്തനങ്ങളും, അവരുടെ ധീരതയും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള അവരുടെ
തീവ്രമായിട്ടുള്ള അഭിലാഷവും തൻ്റെ ഇടവും സംഘത്തിന് മുൻപിൽ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശുവിനെയാണ് നിങ്ങൾ പ്രഘോഷിക്കുന്നതെന്ന് തൻ്റെ അടുത്തോടുകൂടി പറയുവാനുള്ള ധൈര്യം, ക്രിസ്തുവിലുള്ള വിശ്വാസം പത്രോസിനും മറ്റ് അപ്പസ്വലന്മാർക്കും ലഭിച്ചത് ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ചൈതന്യത്തിൽ നിന്നാണ്. അപ്പസ്വലന്മാരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അവരുടെ മിഷൻ പ്രവർത്തനങ്ങളും യാത്രകളും മറ്റുമൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. തോമസ് ലീഗ ഭാരതത്തിലും കേരളത്തിലും വരികയും ദൈവരാജ്യം പ്രഘോഷിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും അവസാനം രക്തസാക്ഷിയായി മൈലാപ്പൂർ വെച്ച് മരണമടയുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഫ്രാൻസിസ് സേവറും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കടലോരങ്ങളിലൂടെ കാൽനടയായി നടന്ന് സുവിശേഷം പ്രസംഗിക്കുകയും യേശുവിനെ പ്രഘോഷിക്കുകയും ചെയ്തു. യൂറോപ്യൻ അമേരിക്കൻ മിഷണറിമാര് ഭാരതത്തിലും കേരളത്തിലും വന്നത് ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ചൈതന്യം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു. ആ ഒരു മിഷണറി സീൽ, തീക്ഷ്ണത, ഉദ്ധാനം ചെയ്ത യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള അവരുടെ ആവേശം, പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള അവരുടെ മനക്കരുത്, പ്രിയപ്പെട്ടവരെയും സ്വന്തം നാടിനെയും എല്ലാം ഉപേക്ഷിച്ച് വിദൂരസ്ഥമായിട്ടുള്ള ഭാരതത്തിൽ വരികയും ഭാരതത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർക്ക് അപരിചിതമായിരുന്ന താരതമ്യേന ബുദ്ധിമുട്ട് നിറഞ്ഞ അപകടം നിറഞ്ഞ സാഹചര്യങ്ങളും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ആന്ധ്ര, തമിഴ്നാട്, കേരളം തുടങ്ങിയ പ്രദേശങ്ങളിലെ ദലിതരുടെ ഇടയിൽ പ്രവർത്തിച്ച മിഷണറിമാര്, വടക്കേ ഇന്ത്യയിൽ ഛോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ച മിഷണറിമാര്, ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടിരുന്ന, ഭ്രഷ്ട് കൽപ്പിച്ച സമൂഹത്തിലും സമുദായത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരുന്ന ആളുകൾക്കിടയിൽ പ്രവർത്തിച്ച മിഷണറിമാര്, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തെ പ്രചോദിപ്പിച്ചത് ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ചൈതന്യവും ശക്തിയുമായിരുന്നു. ഉദ്ധാനം ചെയ്ത യേശുവിനെയായിരുന്നു അവർ പ്രഘോഷിച്ചിരുന്നത്. അവരുടെ ജീവിതത്തിലൂടെ, സഹനത്തിലൂടെ, ഇതിൽ കുറെയൊക്കെ ആളുകൾ രക്തസാക്ഷിത്വം സ്വീകരിക്കുന്നതിലൂടെ, ഇങ്ങനെ യേശുവിന്റെ ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ചൈതന്യവും ശക്തിയും സ്വീകരിച്ച് നൂറ്റാണ്ടുകളായി, തലമുറകളായി വളരെയധികം ആളുകൾ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ചരിത്രത്തിലൂടെ നമുക്കറിയാം. ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ശക്തിയും ചൈതന്യവും നമ്മെ എന്തുമാത്രം പ്രചോദിപ്പിക്കുകയും നമുക്ക് എന്തുമാത്രം തീഷ്ണത തരികയും ചെയ്യുന്നുണ്ട്. യേശുവിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ ജനങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കണ്ടുമുട്ടുന്നതിനും അവരോട് ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ജനങ്ങളോടൊത്തായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റുമൊക്കെ നമുക്ക് പങ്കുചേരുവാൻ സാധിക്കുന്നുണ്ടോ? അവരെ പോലെ അവരിൽ ഒരുവളായി ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ അവർ നമ്മുടെ അടുത്തേക്ക് വരട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണോ നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, സമർപ്പ ജീവിതം താരതമ്യേന സുരക്ഷിത ജീവിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ സുരക്ഷിത വലയത്തിൽ നിന്ന് പുറത്തു കിടക്കുവാനുള്ള ഒരു വിമുഖതയും മടിയുമുണ്ട്. മാനുഷികമായിട്ടുള്ള പ്രവണതയാണ് സുരക്ഷിതരായിരിക്കുവാനുള്ള ഒരു വ്യഗ്രത. കൊറോണ കാലത്ത് നമുക്ക് എല്ലാവർക്കും വളരെ ശക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ, സുരക്ഷിതരായിരിക്കുക എന്നുള്ളത്. നമ്മുടേതായിട്ടുള്ള പരിമിതമായിട്ടുള്ള ചുറ്റുപാടുകളിൽ സുരക്ഷിതരായിരിക്കുവാനുള്ള വ്യഗ്രത. ഒരുപക്ഷെ നാം ജീവിക്കുന്ന ആശ്രമത്തിന്റെയോ കോൺവെന്റിന്റെയോ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന വീടുകളുടെയോ ആ ഒരു പരിധിക്കുള്ളിലായിരിക്കുമ്പോൾ നമുക്കൊരു സുരക്ഷിത ബോധമുണ്ട്.
എന്നാൽ ആ സുരക്ഷിത വലയത്തിൽ നിന്ന് പുറത്തു കിടക്കുമ്പോഴാണ് നാം പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. മുൻപൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ, വിശ്വസഭയിൽ പഠിച്ച് തത്വശാസ്ത്ര പഠനത്തിന് ശേഷം പുറത്തുപോയ ഒരു ആളെ കുറിച്ച്. ഈശോസഭയുടെ സുരക്ഷിത സംവിധാനത്തിൽ നിന്ന് പുറത്തു കിടന്നു കഴിഞ്ഞപ്പോഴാണ് ജീവിതം എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞത്. മദർ തെരേസ ലൊറേറ്റോ കോൺവെന്റിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് പച്ചയായ ജീവിതം, വേദനിക്കുന്ന ആളുകൾ, ഉപേക്ഷിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങൾ, രോഗം, ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധർ, കുഞ്ഞുങ്ങൾ, അത്തരത്തിലുള്ള ഒരു ലോകം മദർ തെരേസ നേരിട്ട് കാണാനിടയായി. അതുവരെ മദർ തെരേസയുടെ ലോകം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ലോകമായിരുന്നു. താരതമ്യേന പോഷായിട്ടുള്ള സ്കൂൾ, ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സുരക്ഷിതമായിട്ടുള്ള ചട്ടക്കൂടുകൾ, അവയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകത്തെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളുടെ ഇടയിലേക്കൊക്കെ കടന്നു ചെന്ന് അവരുടെ വേദനകളും സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചറിഞ്ഞ് അവരിൽ ഒരുവനായിട്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം യേശുവിനെ അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുചെല്ലുന്നത്. അതിന് വളരെയേറെ ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്ക് ആവശ്യമായിരുന്നു. ദൈവശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് 2 വർഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കാലടിയിലെ ഞങ്ങളുടെ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിൽ താമസിക്കാനിടയായി. സമീക്ഷ എന്ന് പറയുന്ന ആശ്രമം, സമീക്ഷയ്ക്കടുത്ത് 2 കിലോമീറ്റർ അകലെ ഒരു ചേരി സ്ഥലമുണ്ടായിരുന്നു, ഒരു സ്ലം ഉണ്ടായിരുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം. ചുറ്റുപാടുള്ള സമ്പന്ന കുടുംബങ്ങളിൽ ജോലിക്ക് പോവുകയും കൂലിവേലയ്ക്ക് പോവുകയും ചെയ്യുന്ന ആളുകൾ, ചെറിയ വീടുകൾ മാത്രം താമസിക്കുന്നു, വിശ്വാസമില്ലാത്തവരും വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ ജീവിച്ചിരുന്നവരും വിശ്വസിച്ചിരുന്നവരും വ്യത്യസ്ത മത പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നവരും വിശ്വസിച്ചിരുന്നവരും ഒക്കെയാണ് താമസിച്ചിരുന്നത്. ചേരി പ്രദേശമായിരുന്നുകൊണ്ട് മറ്റുള്ള ആളുകൾ അങ്ങോട്ട് പോകുന്നതിന് മടിക്കുകയും, അവിടെയുള്ള ആളുകൾ കള്ളുകുടിയന്മാരാണ്, വഴക്കാളികളാണ്, ബഹളം ഉണ്ടാക്കും, ശരിക്ക് ജോലി ചെയ്യുകയല്ല, ഇത്തരത്തിലുള്ള വിശ്വാസമില്ലാത്തവരാണ്. അങ്ങനെയുള്ള കുറേയേറെ പരാതികൾ അവരെ കുറിച്ചുണ്ടായിരുന്നു, ചിത്രങ്ങൾ അവരെ കുറിച്ചുണ്ടായിരുന്നു. അപ്പം ദൈവശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് എനിക്കൊരു താല്പര്യം തോന്നി, എന്തുകൊണ്ട് അവരുടെ കൂടെ ഒരു ചെറിയ വീട്ടിൽ ആ ചേരിയിൽ പോയി താമസിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് സമീക്ഷയിൽ വന്നുകൂടാ എന്ന്. ആ കാലഘട്ടത്തിൽ കുറെ കൂടി വിമോചന ദൈവശാസ്ത്രത്തിന്റെ സ്വാധീനവും വേദന അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളോട് ഒത്തായിരിക്കുന്നതിനുള്ള ഒരു ആവേശവും പൊതുവെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു, സമർപ്പിത ജീവിതം നയിക്കുന്നവരുടെ ഇടയിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രചോദനമായിരുന്നു എനിക്കുണ്ടായത്. പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. തനിച്ച് ചേരിയിൽ പോയി താമസിക്കാൻ അനുവദിക്കില്ല എന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞപ്പോൾ, ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞപ്പോൾ, പിന്നെ കൂടുതലുള്ള ഒരാളെയും കൂടെ കൂട്ടണം എന്നുള്ളൊരവസ്ഥ വന്നു. ഒരുപക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവര് ചിന്തിച്ചു കാണും, തനിച്ച് പോകരുതെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരും മറ്റാരും അതേപോലെ ജീവിതം സ്വീകരിക്കാൻ തയ്യാറാകില്ല എങ്കിൽ ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിക്കും, തുടർന്ന് സമീക്ഷയുടെ സുരക്ഷിതത്വത്തിൽ, നിങ്ങൾ ആശ്രമത്തിന്റെ സുരക്ഷിതത്വത്തിൽ തന്നെ തുടരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ വിട്ടുകളയാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, അവസാനം കുറച്ച് വിമുഖതയോടും ആശങ്കയോടും കൂടി ആണെങ്കിൽ തന്നെയും ഒരു സുഹൃത്ത് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനിച്ചു. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ദൈവവിളി നഷ്ടപ്പെടും, അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളിൽ നിന്നും ചുറ്റുപാട് നിങ്ങൾക്ക് പരിചയമുള്ള മറ്റാളുകളിൽ നിന്ന് നിങ്ങളുടെ ദൈവവിളി നഷ്ടപ്പെടും, കാരണം അവിടെയുള്ള ആളുകൾ സ്ഥലത്താണ്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും, കാരണം അവിടെയുള്ള ആളുകൾ വിശ്വാസമില്ലാത്തവരും മറ്റൊക്കെയാണ്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുകയില്ല,
നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, അവർ നിങ്ങളെ വിശ്വസിക്കുകയില്ല. ഇങ്ങനെ ഒത്തിരിയേറെ പരാതികളും പ്രശ്നങ്ങളും മറ്റുമൊക്കെ പലരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇതിലേക്ക് അതിജീവിക്കുന്നതിനും അവിടെ തന്നെ പോയി താമസിക്കുന്നതിനുള്ള ഒരു ഉറച്ച തീരുമാനവും ദൈവത്തിന്റെ ഒരു പ്രചോദനവും ശക്തിയും കിട്ടിയതുകൊണ്ട് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത്, തൊട്ടടുത്താണ് വീടുകൾ, 5 സെന്റിലോ അല്ലെങ്കിൽ 3 സെന്റിലോ ഒക്കെ ഉള്ള വീടുകളാണ്, അടുത്തടുത്ത് വീടുകൾ. ഒരു കൊച്ചു വീട്ടിൽ ഞാനും എൻ്റെ സുഹൃത്തും താമസം ആരംഭിച്ചു. രാവിലെ എഴുന്നേറ്റ് ഇടവപ്പള്ളി പോവും, കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്ന് രാവിലത്തെ കാപ്പിയും ഉച്ചയ്ക്കത്തെ കഞ്ഞിയും കൊണ്ട് ഉണ്ടാക്കും. കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോഴത്തേക്കും തിയോളജി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് സമീക്ഷയിലെത്തും. ഉച്ചവരെ ക്ലാസ്സിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് പോയി കഞ്ഞി കുടിക്കും, തിരിച്ചു വരും, തുടർന്നുള്ള ക്ലാസ്സിൽ പങ്കെടുക്കും. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇവരുടെ വീടുകളിൽ പോവുകയും അവരുടെ വിശേഷങ്ങൾ അറിയുകയും അവരുടെ വേദനകളും ആകുലതകളും ദാരിദ്ര്യവും രോഗവും കഷ്ടപ്പാടും മറ്റുമൊക്കെ കേൾക്കുന്നതിനും അവരുടെ ഭക്ഷണം പങ്കുചേരുന്നതിനും മറ്റുമൊക്കെ തുടങ്ങി. ക്രമേണ അതൊരു സംസാര വിഷയമായി. ആളുകൾക്ക് വളരെ പ്രതീക്ഷയും സന്തോഷവും ആശ്വാസവുമായി. അച്ഛന്മാരാകാൻ പഠിക്കുന്ന ബ്രദേഴ്സ് ഞങ്ങൾ കൂടുതൽ താമസിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നു. ആ പേര് ഒരു അപമാനത്തിൻ്റെയും അപകടനയുടേതും ആയിട്ടുള്ള അർത്ഥം ധരിക്കുന്ന പേരുമായിരുന്നു. അപ്പം അവിടെ പോയി താമസിച്ചു എന്നുള്ളത് അവർക്ക് വലിയൊരു അനുഭവം, അഭിമാനമായിരുന്നു. പിന്നീട് ക്രമേണ അവര് അഭിമാനത്തോടു കൂടി ഞങ്ങൾ രണ്ടുപേരെ കുറിച്ചും പറയും, ഞങ്ങളുടെ ബ്രദേഴ്സാണ്, ഞങ്ങളുടെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് വരും, ഞങ്ങൾ ആർക്കെങ്കിലും രോഗമുണ്ടായാൽ, അപകടമുണ്ടായാൽ അവിടെ ഞങ്ങളോട് കൂടി ഉണ്ടാവും. മുൻപ് മറ്റു ചിലരൊക്കെ പറഞ്ഞിരുന്ന പോലെ കള്ളു കുടിക്കുന്ന സംഭവം, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാവുന്നത് വഴക്കും ബഹളവും അയൽപക്കങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടുകാർ തമ്മിൽ ഒക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയായിരുന്നു. അത്തരം സാഹചര്യത്തിൽ കള്ളു കുടിച്ചിട്ട് വഴക്കുണ്ടാക്കുന്ന സാഹചര്യത്തിൽ പോലും ഞങ്ങൾ അവിടെ ചെല്ലുകയും അവരോട് ശാന്തരായിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു ശാന്തതയുടെയും ഒരു സൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമായിട്ട് മാറുകയും ചെയ്തു. പിന്നെ 1 വർഷം അവിടെ താമസിക്കുകയും പഠിക്കുകയും ചെയ്തു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ജീവിതാനുഭവമായിരുന്നു. ലോകം ആളുകളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും സമുദായത്തെയും നോക്കിക്കാണുന്ന ഒരു വിധത്തില് അവരുടെ ഇടയിലേക്ക് നാം കടന്നു ചെന്ന് കഴിയുമ്പോൾ, അവരിൽ ഒരുവനായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ ഈ ലോകം നോക്കിക്കാണുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അനുഭവവും യാഥാർത്ഥ്യവും ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ കണ്ടുപിടുക. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ടാഗോർ അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആരെയാണ് നിങ്ങൾ അടച്ചിട്ട പ്രാർത്ഥനാ മുറിയുടെ ഇരുണ്ട കോണിൽ തിരയുന്നത്? നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവം അവിടെയില്ല. കൃഷിസ്ഥലത്ത് നിലമുഴുകുന്ന കർഷകന്റെയും പാറ പൊട്ടിക്കുന്ന ജോലിക്കാരന്റെയും മധ്യയാണ് ദൈവം കുടികൊള്ളുന്നത്. ടാഗോറിന്റെ വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ആണ്. അതുകൊണ്ട് ദേവാലയങ്ങളിൽ സവിശേഷമായ രീതിയിൽ അമ്പലങ്ങളിൽ മോസ്കുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. പ്രാർത്ഥനാലയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ ദൈവത്തിന്റെ സവിശേഷമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്, എല്ലാ ജീവജാലങ്ങളിലുമുണ്ട്. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമുക്കത് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളുടെ മുൻവിധികളും തെറ്റായ ധാരണകളും മറ്റുമൊക്കെ കാരണം. തുറന്നൊരു മനസ്സോട് കൂടിയിട്ട് നാം ദൈവത്തെ അന്വേഷിക്കുകയാണ് എങ്കിൽ ദൈവത്തെ നമുക്ക് എല്ലായിടത്തും കണ്ടെത്തുവാൻ സാധിക്കും. എല്ലാ ജീവജാലങ്ങളിലും, ജാതി മതം ഭേദമന്യേ എല്ലാ മനുഷ്യരിലും. മതഭീകരവാദവും മറ്റുമൊക്കെ എത്രമാത്രം ശക്തമായിരിക്കുന്ന അവസരത്തിൽ പോലും ഭീകരത കൊണ്ട്, വിദ്വേഷം കൊണ്ട് അന്ധമായിരിക്കുന്ന ആളുകൾ ഒഴികെ സമാധാന
പ്രിയരായിട്ടുള്ള ആളുകളിൽ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കുടികൊള്ളുന്നുണ്ട്. ഭീകരിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടല്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കാൾ, സ്വാധീനത്തെക്കാൾ കൂടുതലായിട്ട് പൈശാചികമായിട്ടുള്ള സ്വാധീനം, തിന്മയുടെ ശക്തിയും സ്വാധീനവും ആണ് അവരെ ഭരിക്കുകയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനത്തില് മനുഷ്യത്വമില്ലാതെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭീകരര് എല്ലാ പാരമ്പര്യങ്ങളിലും സംസ്കാരങ്ങളിലും ഭരണകർത്താക്കളുടെ ഇടയിലും ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. അങ്ങനെയുള്ള ആളുകളിൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. പക്ഷെ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്നില്ല. നേരെ മറിച്ച് പൈശാചിക സാന്നിധ്യം, ഭീകര സാന്നിധ്യം മാത്രമാണ് മറ്റുള്ളവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് എന്നേ ഉള്ളൂ. ഈ വിചിന്തനത്തിന്റെ ഭാഗമായിട്ട് ഈശോ അപ്പസ്തലന്മാരെയും ശിഷ്യന്മാരെയും സ്ത്രീകളെയും മക്കളെ മറിയത്തെയും അവരുടെ ജീവിത സാഹചര്യത്തിൽ കണ്ടുമുട്ടുകയും അവർക്ക് സാന്ത്വനവും ശക്തിയും പ്രചോദനവും കൊടുത്തതുപോലെ നാമും ആളുകളെ അവരുടെ ജീവിത സാഹചര്യത്തിൽ കണ്ടുമുട്ടുവാൻ തയ്യാറാവണം. അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരുവനായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് യേശുവിന്റെ മാതൃക നമുക്ക് അനുകരിക്കാൻ സാധിക്കുക. നമ്മിലൂടെ യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുക. അവരുടെ ജീവിതത്തിൽ സന്തോഷവും പ്രതീക്ഷയും ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യുക. യേശു ദർശനങ്ങളുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത, യേശു ആർക്കൊക്കെ ദർശനം കൊടുത്തുവോ, ആരൊക്കെ യേശുവിനെ ദർശിച്ചുവോ അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായി. ഒരു സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനമായിരുന്നു. ഗുണാപരമായ സത്താപരമായിട്ടുള്ള ഒരു പരിവർത്തനമായിരുന്നു. മഗ്ദല മറിയത്തിന്റെ ജീവിതത്തിലേക്ക് ദർശനത്തിലൂടെ യേശു കടന്നു ചെന്നപ്പോൾ ഭയചകിതിയും നിരാശയും വേദനയ്ക്ക് അടിപ്പെട്ട വ്യക്തിയും ആയിരുന്ന മറിയത്തിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായി. ഈശോയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ റബോനി എന്ന് വിളിച്ച് കൽപാദങ്ങളിൽ ആരാധിക്കുവാനുള്ള മറിയത്തിന്റെ ആ ഒരു ശ്രമം സന്തോഷവും ആനന്ദവുമായിട്ട് രൂപാന്തരപ്പെടുന്ന പേടിയുടെയും നിരാശയുടേതുമായിട്ടുള്ള മനോഭാവം മാറി ആനന്ദവും സന്തോഷവും മറിയത്തിന്റെ മുഖത്തേക്കും ജീവിതത്തിലേക്കും കടന്നു വരുന്നു. ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പസ്തലന്മാരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന, ആവേശത്തോടെ ഉത്സാഹത്തോടെ ഓടിപ്പോകുന്ന മഗ്ദല മറിയം. മഗ്ദല മറിയം അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയിലേക്ക് പോയപ്പോഴുണ്ടായിരുന്ന ഭാവം തിരിച്ച് അപ്പസ്തലന്മാരുടെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഭാവം, ഇത് രണ്ടിനും ഗുണപരമായിട്ടുള്ളൊരു മാറ്റമുണ്ട്. കല്ലറയിലേക്ക് പോയത് പേടിയോടെ, ആശങ്കയോടെ, നിരാശയോടെ, കടുത്ത വേദനയോടെ, അത്തരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളോടും കൂടി. തിരിച്ചു പോകുന്നതാവട്ടെ ആനന്ദത്തോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ. ഇത്തരത്തിലുള്ളൊരു മാറ്റം മഗ്ദല മറിയത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്ത യേശു ആരംഭത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് അവരുടെ
ഉൾക്കണ്ണുകൾക്ക് ഒരു മാറ്റം വരുന്നില്ല എങ്കിലും പിന്നീട് അവർ തിരിച്ചറിയുന്നുണ്ട്, യേശു തങ്ങളോടൊത്ത് യാത്ര ചെയ്ത് സംസാരിച്ചിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ ചിലതൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നുവെന്ന്, അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കുന്നുണ്ടായിരുന്നുവെന്ന് പിന്നീട് അവർ തിരിച്ചറിയുന്നുണ്ട്. വീട്ടിലെത്തി ഭക്ഷണത്തിനിരുന്നപ്പോൾ അപ്പം എടുത്ത് ആശീർവദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉൾക്കണ്ണ് തുറക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ ശിഷ്യന്മാർ പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ലോകത്തെയും ജീവിതത്തെയും നോക്കിക്കാണുന്നത്. കാരണം അതുവരെ അവിടെ അവർക്കുണ്ടായിരുന്ന മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നും, ദർശനത്തിൽ നിന്നും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക്, ഉദ്ധാനം ചെയ്ത യേശുവിന്റെ കാഴ്ചപ്പാടിലേക്ക് അവരും പങ്കുചേരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലിഖിതങ്ങളിലുള്ള പ്രതിപാദനങ്ങൾ, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം അവർക്ക് ഉൾക്കൊള്ളുന്നതിനും അതനുസരിച്ച് പിന്നീടുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിനും ആ രണ്ട് ശിഷ്യന്മാർക്ക് സാധിക്കുന്നു. ഉത്സാഹത്തോടെ മക്കള മറിയത്തെ പോലെ അവരും തിരിച്ച് ജെറൂസലേമിലേക്ക് വരികയും പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യന്മാരോട് യേശു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന വികാരങ്ങൾ, നിരാശ, പേടി, അസ്വസ്ഥത, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, അങ്ങനെ പലതും യേശു ഒരിക്കൽ അവരുടെ മധ്യ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരിലും ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. സന്തോഷം, ആനന്ദം, ധൈര്യം, പ്രതീക്ഷ. മീൻ പിടിക്കാൻ പോയ അപ്പോസ്തലന്മാർ പത്രോസിന്റെ നേതൃത്വത്തിൽ അവരുടെയും വികാരങ്ങൾ ഈ മറ്റു ശിഷ്യന്മാരെ പോലെയും അപ്പോസ്തലന്മാരെ പോലെയുമായിരുന്നു. പക്ഷെ ഒരിക്കൽ അത് യേശുവാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ പരിവർത്തനം, പത്രോസിന്റെ പ്രതികരണം, മത്സ്യം പിടിക്കുന്നതിലുള്ള മാറ്റം, പെന്തക്കോസ്റ്റ് അനുഭവത്തിലും ഇതേപോലെയുള്ള ഒരു പരിവർത്തനം അപ്പോസ്തലന്മാരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന വികാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധീരതയുടെയും വിശ്വാസത്തിന്റെയും ബോധ്യത്തിന്റെയും കരുത്ത് അവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട്. സോൾ പൗലോസായിട്ട് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ സോളിന്റെ ജീവിതത്തിലേക്ക് ഉദ്ധാനം ചെയ്ത യേശു കടന്നു ചെന്നപ്പോൾ സോളിന്റെ ജീവിതത്തിലും ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. അതുവരെ താൻ ആരെ പീഡിപ്പിക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി പ്രവർത്തിച്ചിരുന്നുവോ ആ വ്യക്തിയുടെ ഏറ്റവും തീഷ്ണതയേറിയ അപ്പോസ്തലനായിട്ട് രൂപാന്തരപ്പെട്ട് സ്വന്തം ജീവനോ രക്ഷയോ സുരക്ഷിതത്വമോ ഒന്നും വകവയ്ക്കാതെ മിഷണറി പ്രവർത്തനങ്ങൾക്ക്, പര്യടനങ്ങൾക്ക് വേണ്ടി പൗലോസ് ഇറങ്ങിത്തിരിക്കുന്നു. ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹത്തിന്റെ ആ ഓട്ടോബയോഗ്രഫിയിൽ മൻട്രീസ ദൈവ അനുഭവത്തിന് ശേഷം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ interior eyes began to be opened and started seeing things differently. ആന്തരിക നേത്രങ്ങൾ തുറക്കുവാൻ ആരംഭിച്ചു. സാധനങ്ങളെ, വസ്തുക്കളെ, വ്യക്തികളെ, സംഭവങ്ങളെ, സാഹചര്യങ്ങളെ വ്യത്യസ്തമായിട്ട് കാണുവാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഉദ്ധാനം ചെയ്ത യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള ഒരു സത്താപരമായിട്ടുള്ള പരിവർത്തനം ആവശ്യമാണ്. ഗുണപരമായിട്ടുള്ള ഒരു പരിവർത്തനം ആവശ്യമാണ്. നമ്മളുടെ മൂല്യങ്ങൾ, നമ്മളുടെ മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ, വ്യക്തികളോടുള്ള സമീപന രീതികൾ, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ മിനിസ്ട്രി, ഇവയിലെല്ലാം ഗുണപരമായിട്ടുള്ളൊരു പരിവർത്തനം ആവശ്യമാണ്. അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ ഉദ്ധാനം ചെയ്ത യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിനും ആ യേശു ചൈതന്യത്താൽ നയിക്കപ്പെടുന്നതിനും നാം നമ്മെ തന്നെ ഉപാധികളല്ലാതെ വിട്ടുകൊടുക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഉദ്ധാനം ചെയ്ത യേശു
നമ്മുടെ തെറ്റായ പ്രവണതകളെയും രീതികളെയും ക്രമരഹിതമായിട്ടുള്ള ആസക്തികളെയും മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിലെ ചിന്തകളിലെ പെരുമാറ്റങ്ങളിലെയുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും പരിമിതികളെയും വെല്ലുവിളിക്കുന്നതിനും മാറ്റം വരുത്തുന്നതിനും നന്മയുടെ പാതയിൽ പുരോഗമിക്കുന്നതിനും നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട്. ഉദ്ധാനം ചെയ്ത യേശുവുമായിട്ടുള്ള മുഖാമുഖം നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് പോലെ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നുള്ള. ഉദ്ധാനം ചെയ്ത യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, മറ്റുള്ള മറിയത്തിനും അപ്പസ്തോലന്മാർക്കും ശിഷ്യന്മാർക്കും സൗളിനും ഉണ്ടായതുപോലെയുള്ള ഒരു പരിവർത്തനത്തിന് ആരംഭം കുറിക്കേണ്ടതുണ്ട്. ഒരു പരിവർത്തനം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിൽ മാത്രമേ ഉദ്ധാനം ചെയ്ത യേശുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, മിനിസ്ട്രികളിലൂടെ, അപ്പോസ്റ്റലേറ്റിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുക താത്വികമായിട്ടും അറിവിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ ജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പലപ്പോഴും ദൈവാനുഭവം തേടി അച്ഛന്മാരെയോ സിസ്റ്റേഴ്സിനെയോ അന്വേഷിച്ച് വരുന്ന ആളുകൾ കുറയുന്നു എന്നുള്ള ഒരു നിരീക്ഷണം ഇടയ്ക്കൊക്കെ കേൾക്കുക. ദൈവ അനുഭവമുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ദൈവാനുഭവമുള്ള ആളുകളെയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ബുദ്ധിപരമായിട്ടുള്ള കഴിവോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കഴിവോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ നടത്തുന്നതിനോ ഉള്ള കഴിവോ അതൊക്കെ ആവശ്യമാണ്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്നത്തെ ലോകം പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ദൈവ അനുഭവമുള്ള സമർപ്പിതരെയാണ്, ദൈവ അനുഭവമുള്ള ആളുകളെയാണ്. കുടുംബജീവിതത്തിലായിരുന്നാലും, ഏകസ്വ ജീവിതത്തിലായിരുന്നാലും, സമർപ്പിത ജീവിതത്തിലായിരുന്നാലും ദൈവാനുഭവമുള്ള വ്യക്തികളാവുമ്പോൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ മൂല്യങ്ങളിൽ, മനോഭാവങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിലെല്ലാം ഒരു ഗുണപരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും. ദൈവാനുഭവമുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവർക്ക് ദൈവാനുഭവം പകർന്നു കൊടുക്കുവാൻ സാധിക്കും. നമ്മളുടെ ജീവിതത്തിൽ ദൈവാനുഭവം ബോധപൂർവം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഉദ്ധാനം ചെയ്ത യേശുവിലുള്ള നമ്മളുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിനും ആഴപ്പെടുത്തുന്നതിനും പര്യാപ്തമാണ്. ഉദ്ധാനം ചെയ്ത യേശുവിനെ കണ്ടുമുട്ടുന്നത്, യേശു നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ വിശ്വാസത്തെയും ജീവിതത്തെയും ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്നുണ്ട്. ഉദ്ധാനം ചെയ്ത യേശു നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന പരിവർത്തനത്തിന്റെ ഫലമായിട്ട് പൗലോസിലേക്ക് പറയുന്ന പോലെ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്നതിനും ജീവിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ജീവനുള്ള ആലയങ്ങളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മളുടെ സംസാരവും ചിന്തകളും പ്രവർത്തനങ്ങളും മൂല്യങ്ങളും കണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നമ്മളിൽ ദർശിക്കുവാൻ സാധിക്കുന്നുണ്ടോ? യേശു ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോലുള്ളൊരു പരിവർത്തനം നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ജീവിതവും കണ്ടുമുട്ടി ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ ആളുകളുടെ ജീവിതത്തിൽ സത്താപരമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുമ്പോഴാണ് ഉദ്ധാനം ചെയ്ത യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെന്നും നമ്മൾ
ഉള്ള ജീവിതത്തിലൂടെ യേശു പ്രവർത്തിക്കുന്നു എന്നും നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലുള്ള വേദിയായിട്ട് നമ്മെ തന്നെ പരിവർത്തനത്തിന് വിധേയമാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ആധ്യാത്മികതയിൽ എവിടെയോ പാളിച്ചകളുണ്ട്, നമ്മളുടെ മൂല്യങ്ങളിൽ എവിടെയോ പരിമിതികളുണ്ട്, യേശുവിനെ നാം ഉൾക്കൊണ്ട രീതിയിൽ പരിമിതികൾ വന്നിട്ടുണ്ട്. നമ്മളുടെ ജോലിയിൽ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ, നമ്മളുടെ വ്യക്തിബന്ധങ്ങളിൽ എല്ലാം ഈ പരിമിതികൾ പ്രകടമാകുകയും ആളുകൾ അത് തിരിച്ചറിയുകയും അതനുസരിച്ച് മാത്രമേ നമ്മളോട് പെരുമാറുകയും ചെയ്യുകയുള്ളൂ. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കുമ്പോൾ ഒരു പരിവർത്തനത്തിന് നാം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. ആ പരിവർത്തനം നമ്മളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അനുഭവവിധമാവുകയും ചെയ്യണം. A qualitative difference in our ministry and in our life. ഗുണപരമായ ഒരു വ്യതിയാനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ആളുകൾക്ക് അനുഭവപ്പെടണം. എപ്പോഴാണ് ഉദ്ധാനം ചെയ്ത യേശു നമ്മളോട് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ബോധ്യം വരിക? ആർക്കു വേണ്ടി നാം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു ആ ആളുകൾക്ക് ബോധ്യം വരിക? നമ്മളുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളുടെയും സംസാരത്തിലൂടെയും മറ്റുമൊക്കെ ഉദ്ധാനം ചെയ്ത യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുക. ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനം അവസാനിപ്പിക്കാം. വൈകുന്നേരം 9:25 പോയിന്റ്സിന് വേണ്ടി വീണ്ടും ഒരുമിച്ച് കൂടാം. ഞങ്ങളെ കർത്താവും ഗുരുവുമായ യേശു ക്രിസ്തുവേ, ഉദ്ധാനാനന്തരം അങ്ങ് നൽകിയ ദർശനങ്ങൾ അപ്പസ്തോലന്മാരുടെയും മഗ്ദല മറിയത്തിന്റെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ പ്രാപ്തമായിരുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലേക്കും അങ്ങ് കടന്നു വരേണ്ടവേ. അങ്ങയുടെ ശക്തിയും ചൈതന്യവും സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നതിനും ഞങ്ങളിലൂടെ അങ്ങേക്ക് പ്രവർത്തിക്കുന്നതിനുമുള്ള ഒരു വേദി ഒരുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ.